ഹലോ എവ്രി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഹാൻഡ് മെയ്ഡ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ആയിരുന്നില്ല, പക്ഷേ എനിക്ക് ആദ്യമായിട്ട് വന്ന ഒരു വർക്കായിരുന്നു ആ ഒരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെതുള്ള. എനിക്ക് വന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അതല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെയോ അതല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാമെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പല ഡൗട്ട്സും ചോദിച്ചിരുന്നു. കോമൺ ആയിട്ട് അതല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ് എങ്കിൽ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കാർഡിൻ്റെ സൈസായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ സൈസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ക്യാൻവ ആപ്പിൽ എലമെൻസിൽ റെക്റ്റാങ്കിൾ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല സൈസിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്സ് വരും. അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിൽ വരുന്ന കാർഡ് ഞാൻ സെലക്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഇൻവിറ്റേഷൻ കാർഡിലേക്ക് വേണ്ട മാറ്ററൊക്കെ സെറ്റ് ചെയ്ത് ഡൗൺലോഡ് ആക്കിയതിൻ്റെ ശേഷം A3 ഷീറ്റിൽ 6 കാർഡ്സ് ആയിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഏത് പ്രിൻ്റാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ലേസർ പ്രിൻ്റാണ്. 300 GSM വരുന്ന ലേസർ പ്രിൻ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എൻവലപ്പിന് യൂസ് ചെയ്ത മെറ്റീരിയൽ ഏതാണ്. ഞാൻ ചാർട്ടാണ് യൂസ് ചെയ്തത്, പക്ഷേ നോർമൽ ചാർട്ടല്ല, നല്ല കട്ടിയുള്ള ചാർട്ട്. ഇൻവിറ്റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള ചാർട്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എടുത്ത് തരും നമുക്ക് സെയിം. അതല്ലെങ്കിൽ പിന്നെ ഓൺലൈനിലൊക്കെ നമുക്ക് A4 സൈസിൽ കാർഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ എൻവലപ്പിൻ്റെ സൈസ് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായി. നമ്മൾ മാറ്റർ സെറ്റ് ചെയ്ത കാർഡ് ഉണ്ടല്ലോ, അത് ഒരു A4 പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചതായിരുന്നു ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് എത്ര എൻവലപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ചാർട്ട് പീസില്ലേ, അത് വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരു ചാർട്ടിൽ നമുക്ക് എത്ര പീസസ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളതായിരുന്നു നമ്മുടെ ലേസർ പ്രിൻറ്റിന് എത്ര രൂപ വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. A3 ഷീറ്റിലാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞല്ലോ. ഒരു A3 ഷീറ്റിന് ഇവിടെ മേടിക്കാറുള്ളത് 40 റുപ്പീസാണ്. നമ്മൾ ബൾക്കായിട്ട് കുറേയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. ഈ 40 എന്നുള്ളത് കുറച്ചൊക്കെ തരും. അതൊക്കെ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണ് നമ്മുടെ ലേസർ പ്രിൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രൈസ് ആവത്തില്ല നിങ്ങളുടെ ഭാഗത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഭാഗത്ത് അന്വേഷിച്ച് നോക്കുക. ഒരു A3 ലേസർ പ്രിൻ്റ് 300 GSM എടുക്കാൻ എത്ര വരും, നമുക്ക് ഇത്ര അധികം ക്വാണ്ടിറ്റി ഉണ്ട്, അപ്പോൾ എത്രയിൽ തരും, അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ പ്രൈസ് ഇടുന്നേ എന്നുള്ളത്. യൂഷ്വലി നമ്മൾ ഹാമ്പേഴ്സൊക്കെ ചെയ്യാറില്ലേ, അതിന് നമ്മളെങ്ങനെ ഒരു ഹാമ്പറിൻ്റെ പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതും അതല്ലെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന റിബണ്, ചാർട്ട്, ഗ്ലൂ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ എത്ര വരുന്നുണ്ട്, നമുക്ക് എത്ര അതിൽ പേടിക്കേണ്ടി വന്നു, എത്ര പൈസ ചിലവായി, അതിനനുസരിച്ചിട്ട് നമ്മൾ പൈസ നോക്കിയിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് ഞാൻ അത് മാത്രം എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്കറിയാം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ക്യാൻവ ആപ്പിൽ A5 സൈസ് എടുത്ത് ചെയ്തതായിരുന്നു കാർഡ്. അത് കഴിഞ്ഞ് ആ ഒരു കാർഡ് പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ചാർട്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ സീല് വെച്ചിട്ട് ചെയ്തതാണ്. സീല് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഓൺലൈനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്.
അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചില ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഓൺലൈനിലും സീലിൻ്റെ വാക്സ് സീൽ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോ സീലും ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വാക്സ് സീലാണെങ്കിലും അതിൻ്റെ സീലാണെങ്കിലും ഒക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സീല് വെച്ചിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡിന് റേറ്റ് കൂടുതൽ വരുന്നതും. ഒരുപാട് പേര് കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട്, എന്താ കാർഡിന് ഇത്ര റേറ്റ്, സീൽ വെച്ച കാർഡിന് എന്താ റേറ്റ്. എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ റേറ്റ് കൂടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് പ്രീ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോയും കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ടാണ് വോയിസ് ഓവറിന് കറക്റ്റായിട്ടുള്ള വീഡിയോ ഒന്നും കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.